ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഇരയാക്കപ്പെടലിൽ നിന്ന് അതിജീവനത്തിലേക്കുള്ള ഈ യാത്ര, ഇത് നീതിക്കായി പോരാടുന്നവരുടെ ഉറച്ച ശബ്ദമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഉള്ളു പൊള്ളുന്ന അനുഭവങ്ങളിലൂടെയാണ് അതിജീവിത കടന്നുപോയത്. പക്ഷേ പോരാട്ടം നിലയ്ക്കാതെ തുടർന്നു. നിശബ്ദമാക്കാനും അവഹേളിക്കാനും ശ്രമങ്ങളുണ്ടായി. കൂടെ നിന്നവർ പോലും കാലുമാറി. അപ്പോഴും ഞാൻ ഇരയല്ല, അതിജീവിതയാണെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. 7 മാസത്തിനിടെ 15 ദിവസം വിസ്താരത്തിനായി കോടതിയിൽ പോയി. മാനസികാഘാതമുണ്ടാക്കിയ അനുഭവമായിരുന്നു അത്. വിസ്താരത്തിൻ്റെ സമയങ്ങളിൽ 7 വ്യത്യസ്ത അഭിഭാഷകരിൽ നിന്ന് ചോദ്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് നേരിട്ടത്. ഞാൻ നിരപരാധിയാണെന്ന് നിരന്തരം ബോധിപ്പിക്കേണ്ടി വന്നു. അതെൻ്റെ പോരാട്ടവും യുദ്ധവുമായിരുന്നു. നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ ഞാൻ ഇരയല്ല, അതിജീവിതയാണെന്ന് വീണ്ടും വീണ്ടും അവൾ ഓർമ്മിപ്പിച്ചു. മലയാള സിനിമയിലെ ഒരു കൂട്ടം സ്ത്രീകൾ അവൾക്കായി ശബ്ദമുയർത്താൻ തുടങ്ങി. അത് പലരെയും അസ്വസ്ഥപ്പെടുത്തി. പക്ഷേ അവർ കൈകോർത്ത് ഉറച്ചു നിന്നു. അങ്ങനെ സ്ത്രീകൾക്കായി ഒരു പ്രസ്ഥാനം അവർ പടുത്തുയർത്തി. അതാണ് WCC. സംസ്ഥാന സർക്കാരും അവൾക്കൊപ്പം നിന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. സ്ത്രീകൾക്ക് അതിജീവിക്കാനുള്ള ഊർജവും തുറന്നു പറയാനുള്ള ധൈര്യവും ഉണ്ടായി. ഈ മാറ്റങ്ങളെല്ലാം ആ ഒറ്റ ഒരാളിൽ നിന്നുണ്ടായതാണ്. നീതിക്കായി പോരാടുന്ന അതിജീവിതയിലൂടെ.